ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഭക്തിപൂർവ്വം ആചരിച്ചു വരുന്നു. ജാതിമത ഭേദമന്യേ വിശുദ്ധ സഹദായുടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് അനേകായിരങ്ങളാണ് ദേവാലയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. പുതുപ്പള്ളിപ്പള്ളി, ചന്ദനപ്പള്ളി പള്ളി, കടമറ്റം പള്ളി, പാലിയേക്കര പള്ളി, ബ്രഹ്മവർ ഭദ്രാസനത്തിൽപ്പെട്ട ഇച്ചിലമ്പാടി സെൻറ്റ് ജോർജ് തീർത്ഥാടന ദേവാലയം, പിരളശ്ശേരി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കാത്തോലിക്കേറ്റ് സിംഹാസനപ്പള്ളി, മട്ടാഞ്ചേരി കൂനൻകുരിശ് പഴയ സുറിയാനിപ്പള്ളി തുടങ്ങി പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിലും എല്ലാ ദേവാലയങ്ങളിലും പെരുന്നാളിനോട് അനുബന്ധിച്ച് സെൻറ്റ് ജോർജ് ഷൈൻ എഴുന്നള്ളിക്കൽ ചടങ്ങും വെച്ചൂട്ടും പൊതു നേർച്ച സദ്യയും ചെമ്പെടുപ്പും ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളി പൊന്നിൻകുരിശ് എഴുന്നള്ളിപ്പും നടത്തപ്പെട്ടു. ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഏർപ്പെടുത്തിയ ഓർഡർ ഓഫ് സെൻറ്റ് ജോർജ് ബഹുമതിക്ക് ഇന്ത്യയുടെ അഗ്നിപുത്രി ഡോക്ടർ ടെസ്സി തോമസ് അർഹയായി. പ്രധാന പെരുന്നാൾ ദിനമായ മെയ് 8-ന് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി തീർത്ഥാടക സംഗമത്തിൽ അവാർഡ് സമ്മാനിച്ചു. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയുടെ ഓർഡർ ഓഫ് സെൻറ്റ് ജോർജ് ബഹുമതി ഫാദർ നോബിൻ ഫിലിപ്പിന് നൽകി ആദരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. സിവിൽ സർവീസ് പരിശീലനത്തിന് മർത്തമറിയം വനിതാ സമാജം സ്കോളർഷിപ്പ് നൽകുന്നു. IAS ഹബ്ബ് സിവിൽ സർവീസ് അക്കാദമി വഴി ഡിഗ്രി പഠനം കഴിഞ്ഞ 10 പെൺകുട്ടികൾക്ക് 1 വർഷം നീണ്ടു നിൽക്കുന്ന PCM ബാച്ചിലേക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലേക്കുമാണ് പ്രവേശനം. 2024 മെയ് 12-ന് നടത്തപ്പെടുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. വന്യ ചെറിയാൻ വർഗീസ് അച്ഛൻ മലങ്കര ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പിൻ്റെ മീറ്റിംഗിൽ പങ്കെടുത്തു. ആഭ്യന്തര വകുപ്പ് സംഘടിപ്പിച്ച ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുമായുള്ള വിവിധ മതസമൂഹങ്ങളുടെ മീറ്റിംഗിൽ മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് ബ്രിസ്ബേനിലെ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് മലങ്കര ഓർത്തഡോക്സ് പള്ളി വികാരി വന്യ ചെറിയാൻ വർഗീസ് അച്ഛൻ പങ്കെടുത്തു. പ്രധാനപ്പെട്ട സാംസ്കാരിക സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ വിവിധ മത നേതാക്കളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും പരിപാടിയിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഉൾപ്പെടുത്തി. യോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും ആധുനിക കാലത്ത് നേരിടുന്ന സങ്കീർണതകളെക്കുറിച്ചും വന്യ ചെറിയാൻ വർഗീസ് അച്ഛൻ സദസ്സിനോട് സംസാരിച്ചു. ഈ മീറ്റിങ്ങോടുകൂടി മതാന്തര സംവാദത്തിന് അമൂല്യമായ ഒരു വേദി സൃഷ്ടിക്കപ്പെടുകയും വിവിധ മതസമൂഹങ്ങളും ഓസ്ട്രേലിയൻ സർക്കാരും തമ്മിലുള്ള ധാരണ ശക്തിപ്പെടുത്തുകയും ചെയ്തു. മലങ്കരയുടെ സഭാകവി ശ്രീ CP ചാണ്ടിസാറിൻ്റെ ഓർമ്മ പത്തനംതിട്ട സെൻറ്റ് ബേസിൽ ദേറ ചാപ്പലിൽ വെച്ച് പരിശുദ്ധ സഭയുടെ അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലിമീസ് വലിയ മെത്രാപ്പൊലിത്തയുടെയും തുമ്പമൺ ഭദ്രാസനാധിപൻ അഭിമന്യ ഇബ്രഹാം മാർ സറാഫിം മെത്രാപ്പൊലിത്തയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. മലങ്കര സഭയുടെ ആരാധനാ സാഹിത്യം സമൃദ്ധമായതിൽ മലങ്കര ഓർത്തഡോക്സ് സഭ ഏറെ കടപ്പെട്ടിരിക്കുന്ന സാഹിത്യ പ്രതിഭയാണ് സഭാകവി ശ്രീ CP ചാണ്ടിസാർ. 1945-ൽ പഴയ സെമിനാരിയിൽ താമസിച്ച് ആരാധനാ ഗീതങ്ങൾ തർജ്ജമ ചെയ്യുവാനുള്ള ദൗത്യം അദ്ദേഹത്തിന് ലഭിച്ചത് ജീവിത വഴിത്തിരിവായി. പരിശുദ്ധ ഗീവർഗീസ് തൃതീയൻ ബാവയാണ് അദ്ദേഹത്തെ ആ ചുമതല ഏൽപ്പിച്ചത്. സുറിയാനി മൽപ്പാനായിരുന്ന പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവ തർജ്ജമ ചെയ്യുന്ന ഗദ്യത്തെ കവിതയായി രൂപമാറ്റം നടത്തുകയായിരുന്നു ശ്രീ CP ചാണ്ടിസാർ ചെയ്തിരുന്നത്. വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ പട്ടക്കാരൻ ആലപിക്കുന്ന ഹൂത്തോമോ സമാഹാരമായിരുന്നു അദ്ദേഹം ആദ്യമായി സുറിയാനിയിൽ നിന്നും തർജ്ജമ ചെയ്തത്. മലയാളം, സംസ്കൃതം, സുറിയാനി എന്നീ ഭാഷകളിലുള്ള ചാണ്ടിസാറിൻ്റെ അവഗാഹം തർജ്ജമ നടത്തുവാൻ ഏറെ സഹായകമായി. പരമോന്നതമാം പദമതിലമരും പരനാം ദേവ എന്ന ഏവർക്കും ഏറെ പരിചിതമായ പദ്യമാണ് അതിൽ ആദ്യത്തേത്. മലയാള സാഹിത്യത്തിൻ്റെ പൊതുധാരയിൽ ഏറെ പ്രശോഭിക്കാമായിരുന്ന സർഗവാസനകൾ സഭയ്ക്കായി ത്യാഗഭാവേന സമർപ്പിച്ച ശ്രീ CP ചാണ്ടിസാർ സഭാകവിയായി മാത്രം അറിയപ്പെടാനാണ് ആഗ്രഹിച്ചത്. ആ ഋഷ്യവര്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മലങ്കര സഭയ്ക്ക് വേണ്ടി ജീവിച്ചു. സഭാകവി ശ്രീ CP ചാണ്ടിസാറിൻ്റെ ജന്മദിനമായ മെയ് 4-ന് പത്തനംതിട്ട ബേസിൽ അരമന ചാപ്പലിൽ വിശുദ്ധ കുർബാനയും അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ ധൂപപ്രാർത്ഥനയും നടത്തപ്പെട്ടു.
പരുമല ആശുപത്രിയിലെ നെഫ്രോളജി ഓങ്കോളജി വിഭാഗത്തിൻ്റെയും കേരള കിഡ്നി റിസർച്ച് ഫൗണ്ടേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ഡോക്ടേഴ്സ് കോൺഫറൻസ് ഓൺകോണെഫ് 2024 കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി CEO ഫാദർ MC പൗലോസിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ നെഫ്രോളജിസ്റ്റുമാരായ പ്രൊഫസർ ഡോക്ടർ ജോർജി എബ്രഹാം, പ്രൊഫസർ ഡോക്ടർ ഗോമതി S, പ്രൊഫസർ ഡോക്ടർ MK മോഹൻദാസ്, പ്രൊഫസർ ഡോക്ടർ റീന തോമസ്, ഡോക്ടർ രാജേഷ് ജോസഫ്, റീനൽ പത്തോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ സീതാലക്ഷ്മി NV എന്നിവർ കോൺഫറൻസിന് നേതൃത്വം നൽകി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാണ് നല്ലില ബഥേൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയെന്ന് NK പ്രേമചന്ദ്രൻ MP. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ ജോർജിയൻ 2024 അവാർഡ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർധനരായ രോഗികൾക്ക്, പാവപ്പെട്ടവർക്ക് ഒട്ടേറെ സഹായങ്ങൾ ചെയ്യുന്നതിൽ ഉദാത്തമായ മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊല്ലം മെത്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസ്യൂസ് അധ്യക്ഷത വഹിച്ചു. ജോർജിയൻ അവാർഡ് അട്ടപ്പാടി സെൻറ് തോമസ് ആശ്രമം ഡയറക്ടർ വെരി റവറൻ MD യുഹാനോൻ റമ്പാൻ കോർ എപ്പിസ്കോപ്പ സ്വീകരിച്ചു. ജീവകാരുണ്യ സഹായ വിതരണം ശ്രീ PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജകുമാരി, ഇടവക വികാരി ഫാദർ ബേസിൽ J പണിക്കർ, വാർഡ് മെമ്പറായ ഷീല മനോഹർ, അജിത BS, ഇടവക ട്രസ്റ്റി ശ്രീ റോയി DP, പെരുന്നാൾ ജനറൽ കൺവീനർ ശ്രീ M അലക്സ് കാനാവിൽ എന്നിവർ പ്രസംഗിച്ചു. ലോക കൈ ശുചിത്വ ദിനത്തോടനുബന്ധിച്ച് അണുബാധ വ്യാപനം തടയുന്നതിനും നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കൈ ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരുമല ആശുപത്രിയിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടിയും പോസ്റ്റർ കോമ്പറ്റീഷനും സംഘടിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റ് ആളുകളുടെയും കൈ ശുദ്ധമാക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനാണ് മെയ് 5 ലോക കൈ ശുചിത്വ ദിനമായി ആചരിക്കുന്നത്. തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമ സ്ഥാപകൻ ശ്രീ കരുണാകര ഗുരുവിൻ്റെ 25ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ശാന്തിഗിരിയിൽ വെച്ച് നടന്ന നവ ഒലി ജ്യോതിർദിനം 25 സർവമംഗള സുദിനം സാംസ്കാരിക സമ്മേളനത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ സന്ദേശം നൽകി. മലങ്കര സഭ മെയ് 9 വ്യാഴാഴ്ച സ്വർഗാരോഹണ പെരുന്നാൾ അഥവാ മാറാനായ പെരുന്നാൾ ആഘോഷിച്ചു. കെംത പെരുന്നാളിന് ശേഷമുള്ള 40ാം ദിവസമാണ് സഭ കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അന്നേ ദിവസം സ്വർഗാരോഹണത്തോടൊപ്പം കർത്താവ് നമുക്ക് നൽകിയ മഹത്തായ ദൗത്യത്തെയും സഭ ഓർക്കുന്നു. ആ മഹത്തായ ദൗത്യം ലോകമെമ്പാടും തൻ്റെ സുവിശേഷം അറിയിക്കുക എന്നതാണ്. വിശുദ്ധ കുർബാനയെ തുടർന്നാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ ക്രമത്തിലെ പ്രധാന ഭാഗമായ സ്ലീബ ആഘോഷത്തിന് ശേഷം സ്ലീബ ത്രോണോസിൽ സ്ഥാപിക്കുകയും ഗോൽഗുത്ത മദ്ബഹായിൽ നിന്ന് മാറ്റുകയും ചെയ്തു. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തെ ഭാഗ്യമോടെ അലങ്കരിച്ച 5ാം മലങ്കര മെത്രാപ്പൊലീത്ത പരിശുദ്ധ മാർത്തോമാ 5ാമൻ പിതാവിൻ്റെ 257ാമത് ഓർമ്മ പെരുന്നാൾ മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ നിരണം വലിയ പള്ളിയിലും മലങ്കര സഭ മുഴുവനായും ഭക്തി പുരസ്സരം ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. കോയമ്പത്തൂർ കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അജു ജോൺ ശങ്കരത്തലിന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.